അങ്കാറയിലെ ആ ചരിത്രപരമായ നേറ്റോ ഉച്ചകോടി ഇപ്പോൾ വിജയകരമായിട്ട് സമാപിച്ചിരിക്കുകയാണ്. അത്യന്തം വിജയകരമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സമ്മിറ്റിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ഉച്ചകോടി കേവലം ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയില്ല. ഒരു വശത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധത്തിനായിട്ട് GDP-യുടെ 5% വരെ ചിലവഴിക്കണമെന്ന കടുത്ത നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ, മറുവശത്ത് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ സമ്മിറ്റിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾക്ക് ആയുധങ്ങൾ, അതും പേഴ്സണലൈസ്ഡ് അത്യാധുനിക പിസ്റ്റളുകൾ സമ്മാനമായിട്ട് നൽകി പാശ്ചാത്യ ലോകത്തെ അമ്പരപ്പിച്ചു. എന്താണ് അങ്കാറയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എർദോഗാന്റെ ഈ ഒരു ഗൺ ഡിപ്ലോമസിക്ക് പിന്നിലെ ലക്ഷ്യം എന്താണ്? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു കൗതുകരമായ ഗിഫ്റ്റ് കഥയിലേക്ക് വരാം. നേറ്റോ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി എർദോഗാൻ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ഈ മീറ്റിംഗിന് തൊട്ടു പിന്നാലെയാണ് അതീവ ആഡംബരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പെട്ടി എർദോഗാൻ സ്റ്റാമർക്ക് സമ്മാനിക്കുന്നത്. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, തുർക്കിയിൽ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു ആഡംബര സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളായിരുന്നു. അതിലും വലിയ സർപ്രൈസ് എന്താണ് എന്ന് വെച്ചാൽ, ആ തോക്കിന് മുകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് കിയർ സ്റ്റാമർ എന്ന് വളരെ മനോഹരമായിട്ട് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ പേര് കൊത്തിയ മറ്റൊരു പിസ്റ്റൾ നേറ്റോയുടെ ഉയർന്ന പദവിയിലേക്ക് എത്തുന്ന കെന്നത്ത് കാർണിക്കും എർദോഗാൻ സമ്മാനിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഇത്തരം ആയുധങ്ങൾ നയതന്ത്ര വേദികളിൽ കൈമാറാറില്ല. എന്നാൽ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ തുർക്കി ഇന്ന് എത്രത്തോളം ശക്തരാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ എർദോഗാൻ കണ്ടെത്തിയ ഒരു മാസ് ബ്രാൻഡിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ ഒരു തോക്ക് നയതന്ത്രം എന്ന് പറയണം. ഇനി ഈ സമ്മിറ്റിന്റെ വലിയ രാഷ്ട്രീയത്തിലേക്ക് വരാം. അമേരിക്കയിൽ രണ്ടാമതും അധികാരമേറ്റ ശേഷം ട്രംപ് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേറ്റോ സമ്മിറ്റുകളിൽ ഒന്നാണ്. എർദോഗാനെ ഒരു ഗ്രേറ്റ് ലീഡർ എന്നും തന്റെ അടുത്ത സുഹൃത്തെന്നുമാണ് ട്രംപ് പ്രശംസിച്ചത്. ഈ സമ്മിറ്റിന്റെ പ്രധാന ഫോക്കസ് യൂറോപ്യൻ സെൽഫ് ഡിഫൻസ് ആയിരുന്നു. അമേരിക്കയുടെ മാത്രം കാശിൽ ഇനി നേറ്റോ മുന്നോട്ട് പോകില്ല എന്നും യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ ബജറ്റ് GDP-യുടെ 5% ഉയർത്തണമെന്നും ട്രംപ് കർശനമായിട്ട് ആവശ്യപ്പെട്ടു. ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ യൂറോപ്പ് വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുന്ന സമയമാണിത്. ഇറ്റലിയും മറ്റ് മിക്ക രാജ്യങ്ങളും ഈ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ ഇതിൽ വളരെ പിന്നിലാണ് എന്ന് ട്രംപ് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയാണ് തുർക്കിയുടെ പ്രസക്തി. സ്വന്തമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന തുർക്കി പ്രതിരോധ ചിലവുകളുടെ കാര്യത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് തുർക്കിയെ ഇപ്പോൾ ഇത്രയധികം ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു സമ്മിറ്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കാണാം. തുർക്കിക്ക് F-35 ഫൈറ്റർ ജെറ്റുകൾ നൽകുന്ന കാര്യത്തിൽ ട്രംപ് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ തുർക്കിയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ കാനന്റെ എഞ്ചിനുകൾ കൈമാറുന്നതിലും ധാരണയായിട്ടുണ്ട്. തുർക്കിയുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമായ സ്റ്റീൽ ഡോം ഈ മേഖലയിലെ നേറ്റോയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറുമെന്ന് എർദോഗാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ, അമേരിക്ക തങ്ങളുടെ പ്രതിരോധ ഭാരം യൂറോപ്പിന്റെ തലയിലേക്ക് വച്ചൊഴിയുമ്പോൾ ആ സഖ്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വൻ ശക്തിയായി തുർക്കി മാറുന്ന കാഴ്ചയ്ക്കാണ് അങ്കാറ സാക്ഷ്യം വഹിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.